ഹായ്, പ്രൈസ് ലോർഡ്. പിതൃ പുത്ര പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ഉണ്ടാകുമാറാകട്ടെ. വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഒരു ലൈവുമായി വരുവാൻ സർവശക്തനായ ദൈവം എനിക്കും അവസരം തന്നതിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രൈസ്തവ ലോകത്ത് പൊതുവെ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മൾ കാലങ്ങളായി പഠിക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ലൈവുകളിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. സംസാരിച്ച വിഷയങ്ങൾ കേട്ടവർക്ക് അത് ചിന്തിക്കുവാനും പഠിക്കുവാനും ഉണ്ടായിരുന്നു. വീണ്ടും ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇങ്ങനെ ഒരു ലൈവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് മത്തായി 24 അതിന് 36 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഞാൻ ആ വാക്യം ഇങ്ങനെ വായിക്കാം. ഞാൻ 34 മുതൽ വായിക്കാം. കർത്താവിന് ഒലിവറ്റ് ഡിസ്കോഴ്സിൽ പറയുന്ന ആ കാര്യത്തിൽ അവിടെ ശിഷ്യന്മാർ ചെന്ന് 3 ക്വസ്റ്റ്യൻസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. അവിടെ ചോദിക്കുന്ന ചോദ്യം അതാണ്: നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരാൻ അവരോട് അപേക്ഷിച്ചു. കാരണം അതെപ്പോൾ സംഭവിക്കും, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത്. 3 കൂട്ടം കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതെപ്പോൾ സംഭവിക്കും, നിന്റെ വരവിനും ലോകാവസാനത്തിനുമെന്ന് നമ്മുടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പുസ്തകത്തിൽ പറയുമ്പോൾ യുഗാവസാനം എന്നാണ് മറ്റ് POC ബൈബിൾ പോലെയുള്ള പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ മറ്റ് സമശിക്ഷ സുവിശേഷങ്ങളായ മർക്കോസിലോ ലൂക്കോസിലോ ലോകാവസാനം എന്നുള്ള പദം ഉപയോഗിക്കുന്നില്ല. അവിടെയെല്ലാം കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം എപ്പോൾ വരും എന്ന് മാത്രമാണ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്. ഇതും വളരെ പ്രൈവറ്റായിട്ട് തൻ്റെ ഏറ്റവും ഇന്നർ സർക്കിളിലുള്ള 4 അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാർ പത്രോസ്, യോഹന്നാന്, അന്ത്രയോസ്, യാക്കോബ് എന്നിത്യാദി 4 പേര് ചെന്ന് ഈ ഒലിവറ്റ് ഡിസ്കോഴ്സിലെ അവരോട് പറഞ്ഞ കാര്യത്തിന് സംശയം ചോദിച്ചുകൊണ്ട് വീണ്ടും ചെന്ന് കർത്താവിനോട് ചോദിക്കുമ്പോഴാണ് കർത്താവ് ഇതിന് മറുപടിക്ക് പറയുന്നത്. ആരും നിങ്ങളെ തെറ്റിക്കരുതെന്ന് പറഞ്ഞാണ് ആ ഭാഗം തുടങ്ങുന്നത്. ഞാൻ അതിൻ്റെ അതല്ല എൻ്റെ വിഷയം. പക്ഷേ താഴേക്ക് നമ്മൾ വായന പുരോഗമിച്ചു പോകുമ്പോൾ അതിൻ്റെ 34 വാക്യം, ഇതൊക്കെയും സംഭവിക്കോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. ഈ വിഷയം ആണ് 36 വാക്യത്തിലാണ് ഞാനിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത്, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ഇതാണ് ഞാൻ ഈ വിഷയത്തെയാണ് സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ മത്തായി 24 ഫുൾഫില്ലായി, അത് നടന്നു കഴിഞ്ഞു. അത് ദേവാലയ നാശത്തോടനുബന്ധിച്ച് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും നടന്നു കഴിഞ്ഞു. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് ദേവാലയ നാശത്തോട് അനുബന്ധിച്ച് നടക്കേണ്ട കാര്യമാണെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചില ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ പറയാറുണ്ട്, ഈ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രനും കൂടി അറിയുന്നില്ല, സ്വർഗത്തിലൊരു ദൂതൻ കൂടി അറിയുന്നില്ല എന്നുള്ളൊരു ചൊല്ലും ഞങ്ങളുടെ ഇടയിൽ പരക്കെ ഉള്ളതുകൊണ്ട്, അത് ക്രൈസ്തവ ലോകത്ത് പതുക്കെ ഉള്ളതുകൊണ്ട് ഇത് ഞങ്ങളെയൊക്കെ റിപ്പൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എതിർക്കുന്നത് ഈ ഒരു വാക്യം വെച്ചാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി നോക്കാം. നാളും നാഴികയും, അതാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം. ആ വിഷയത്തിൽ നിങ്ങൾ ക്രൈസ്തവ ലോകത്ത് മുഴുവൻ ഇത് നാളും നാഴികയും സംബന്ധിച്ച് ആർക്കും അറിയില്ല, പിതാവല്ലാതെ പുത്രൻ കൂടി അറിയുന്നില്ല എന്ന് പറയുന്ന ഭാഗമുണ്ട്.
അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഈ രണ്ട് കവനന്റ് കൊടുത്തത്, ഓൾഡ് കവനന്റും ന്യൂ കവനന്റും കൊടുത്ത ജനഗതി ഇസ്രായേൽ സമൂഹമായിരുന്നു. ന്യൂ കവനന്റ് രാജ്യവിഭജനത്തിന് ശേഷം യഹൂദയോടും ഇസ്രായേലിനോടും മാത്രമാണ് ചെയ്തതെന്ന് ഇരമ്യാവ് 31 മുതൽ നമ്മളെടുത്ത് വായിക്കുമ്പോൾ കൃത്യമായി നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഴയ കവനന്റ് കൊടുത്തത് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ടുവന്ന് കനാനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്, വാഗ്ദത്ത ഭൂമിയിൽ കടക്കുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ അവരുടെ സ്വർഗീയ കനാനിൽ കടക്കുന്നതിന് മുമ്പായി ദൈവം മോശയിലൂടെ അവർക്ക് കൊടുത്ത ഒരു ഉടമ്പടിയായിരുന്നു പഴയ ഉടമ്പടി. അത് കൃത്യമായി നമുക്ക് അറിയാം. അത് പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കാണുന്നുണ്ട്. ഉടമ്പടി കൊടുക്കുന്നതെല്ലാം മോശ രക്ത ഉടമ്പടി ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് സമൂഹത്തിനുമാണ്. കാരണം ഇതിന് അവരുടെ സമൂഹത്തെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നതിന് ശേഷമാണ് മിസ്രൈമിലായിരിക്കുമ്പോൾ തന്നെ ഇവര് പാസ് ഓവർ എന്ന് പറയുന്നത്, അത് പാസ് ഓവർ, അതായത് യഹൂദന്റെ 7 ഉത്സവങ്ങളിൽ ആദ്യത്തെ ഉത്സവമാണ് പാസ് ഓവർ. അതെങ്കിൽ സംഹാരദൂതനെ കടന്നുപോയി എന്നൊക്കെ പറയുന്ന പാസ് ഓവർ, പെസക എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അപ്പം പാസ് ഓവറിന്റെ കാലഘട്ടത്തിൽ, അതായത് പാസ് ഓവർ, അതിന് യഹൂദിന് മൊത്തം 7 പെരുന്നാളുകളാണ്. പാസ് ഓവർ, അൺലെവൻ ബ്രെഡ്, ഫസ്റ്റ് ഫ്രൂട്ട്, പെൻഡക്കോസ്റ്റ്, അത് കഴിഞ്ഞിട്ട് റോസ് ഹസന്ന, യോം കിപ്പൂർ, ഡേ ഓഫ് അറ്റോൺമെന്റ്, ഇങ്ങനെ 7 പെരുന്നാളുകളാണ് യഹൂദന്റെ പെരുന്നാളുകൾ. ഈ യഹൂദന്റെ പെരുന്നാളുകൾ അതാതിന് ഒരു സീസൺ ഉണ്ട്. ഒന്ന്, ആദ്യത്തെ 4 പെരുന്നാളുകൾ നടക്കുന്നത് സ്പ്രിംഗ് ഫീസ്റ്റിലാണ്, അതായത് വസന്തോത്സവം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അടുത്തത് ഫാൾ ഫീസ്റ്റിലാണ്, കാരണം നടക്കുന്ന ഉത്സവങ്ങൾ. ഈ ഫാൾ ഫീസ്റ്റിൽ നടക്കുന്ന ഉത്സവങ്ങളാണ് റോസ് ഹസന്ന, യോം കിപ്പൂർ, ഡേ ഓഫ് അറ്റോൺമെന്റ് എന്ന് പറയുന്നത്. അതായത് കാഹളത്തിന് പെരുന്നാള്, വീണ്ടെടുപ്പ് പെരുന്നാള്, അത് കൂടാര പെരുന്നാള്. ഈ പെരുന്നാളുകൾ നടക്കുന്നത് ഫാൾ ഫീസ്റ്റിലാണ്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് അപ്പം ഈ 4 ഉത്സവങ്ങൾ, ആദ്യത്തെ 4 ഉത്സവങ്ങള് യേശുക്രിസ്തുവിന്റെ, കാരണം ഇതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഹൂദന്റെ 7 ഉത്സവങ്ങളിൽ പഴയ ഉത്സവങ്ങളെല്ലാം നിഴലുകളായിരുന്നു. അവരുടെ സഭായോഗങ്ങൾ വിളിച്ചു കൂട്ടുമ്പോൾ അവരുടെ സഭായോഗങ്ങളായിരുന്നു ഇതെല്ലാം. അവരുടെ ഉത്സവങ്ങളിൽ നിന്ന് പഴയ നിയമത്തിൽ തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അതിനെ നിഴലുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. പൊതുവെ ക്രൈസ്തവ ലോകം പറയുന്നത് നിഴലുകൾ എന്നാണ്. എന്നാൽ അതിനെ അതിനെ ഒരു ഹീബ്രു വേർഡ് ഉപയോഗിച്ചിരിക്കുന്ന മിഖ്ര എന്ന വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ എന്താണ്, റിഹേഴ്സൽ എന്നാണ് ആ മിഖ്ര എന്ന വാക്കിന്റെ അർത്ഥം. റിഹേഴ്സലുകളായിരുന്നു. അതായത് പൊരുള് വെളിപ്പെടുമ്പോൾ നിഴലിന് പ്രാധാന്യമില്ലാതായി മാറും. പൊരുളാകുന്ന ക്രിസ്തുവിലൂടെ ഈ ഉത്സവങ്ങൾ 7 നിറവേറിയതായി നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. ഒന്ന്, അത് പാസ് ഓവർ, അത് താൻ യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന തലേ രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നിൽക്കി. അത് പാസ് ഓവറും അൺലെവൻ ബ്രെഡും, അതായത് പുളിപ്പില്ലാപ്പത്തിന്റെ പെരുന്നാളും ഈ നമ്മുടെ പെസക കുഞ്ഞാടും അറുക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ പെസക കുഞ്ഞാടാണ് യഥാർത്ഥത്തിൽ പൊരുളായി വരുന്നത്. പെസക കുഞ്ഞാട് അറുക്കുക. പഴയ നിയമത്തില് കുഞ്ഞാടിനെ അറുക്കുകയായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് തന്നെ ബലിയായി മാറുകയാണ്. നമ്മുടെ പെസക കുഞ്ഞാടോ അറുക്കപ്പെട്ടു എന്ന് പറയുന്ന വാക്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അടുത്തത് പാസ് ഓവർ, ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ പെരുന്നാളാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്. ഫസ്റ്റ് ഫ്രൂട്ട്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള് കർത്താവിന്റെ ക്രൂശ് മരണത്തോട് അനുബന്ധിച്ച് കാണുന്നത്. ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ആദ്യമായി കർത്താവ് ഉയർത്തെഴുന്നേറ്റു, മരണത്തിൽ നിന്ന് ജയിച്ചു. കാരണം മരണ അടക്ക പുനരുദ്ധാനത്തിലൂടെ എഴുന്നേറ്റതിലൂടെ ഫസ്റ്റ് ഫ്രൂട്ട്, അത് ആദ്യ ഫലം കറ്റയുടെ പെരുന്നാളിനോടനുബന്ധിച്ചാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പോടുകൂടി. അടുത്തത് പെന്തക്കോസ്തി, അത് കർത്താവ് മരിച്ചു 50-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ ശേഷം, കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം 50-ാമത്തെ ദിവസം പെന്തക്കോസ്തി നടക്കുന്നതായിട്ട്. അതങ്ങനെ ഈ ആദ്യത്തെ സ്പ്രിംഗ് ഫീസ്റ്റ് 4 നടന്നതായി, ഫുൾഫില്ലായതായി നമുക്ക് ദൈവവചനത്തിൽ നിന്ന് അറിവുള്ള തിയോളജിയൻസ്മാരെല്ലാം പറയുന്നുണ്ട്. പണ്ഡിതന്മാരെല്ലാം അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ആ 4 പെരുന്നാളുകൾ കഴിഞ്ഞു. അപ്പം 4 പെരുന്നാളുകൾ നടക്കണമെങ്കിൽ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡിൽ മാത്രമാണ് ഇത് നടക്കേണ്ടത്. കാരണം ലേവ്യ പൗരോഹിത്യത്തിന്റെ കീഴിലാണ് ഇത് നടക്കേണ്ടത്. ഈ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് ഉള്ളപ്പോൾ, നിയമം ഉള്ളപ്പോൾ, ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് ഉള്ളപ്പോൾ മാത്രമേ ഈ പെരുന്നാളുകൾ നടക്കാൻ പറ്റൂ.
കാരണം അടുത്ത 3 പെരുന്നാളുകൾ കൂടി അവശേഷിക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ പെരുന്നാൾ 4 കഴിഞ്ഞിട്ട് വീണ്ടും 4 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത 3 പെരുന്നാളുകൾ നടക്കേണ്ടത്. അപ്പം ഇവിടെ ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു എഴുന്നേറ്റു. 50-ാമത്തെ ദിവസത്തിൽ പെന്തക്കോസ്തിയും കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു പോയി. പിന്നെ കർത്താവ് മടങ്ങി വരുന്നതിന് മുമ്പ്, അതായത് ഈ 40 വർഷം, അതിന് നമ്മൾ പഴയ 4 ദിവസം അല്ലെങ്കിൽ അതിന് പിന്മഴയുടെ കാലം നിങ്ങൾ മുൻമഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നതൊക്കെ പഴയ നിയമത്തിലൊരു വാക്യമുണ്ട്. ഞാൻ ആ വാക്യം വേണേ വായിക്കാം. പിന്മഴയുടെ കാലത്ത് യഹോവയോട് അപേക്ഷിക്കുക എന്ന് നാം വായിക്കുന്നുണ്ട്. പഴയ ഈ 4 ഉത്സവം കഴിഞ്ഞിട്ട് 4 മാസത്തെ ഗ്യാപ്പുണ്ട്. ഈ 4 മാസവും ഈ 40 വർഷവും തമ്മിലൊരു ബന്ധമുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ദൈവവചനം വായിക്കുന്ന ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായ ആ കാര്യങ്ങളെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. അവിടെ 4 മാസവും ഈ 40 വർഷവും, കാരണം യേശുക്രിസ്തു ഭൂമിയിൽ നിന്ന് ഉദ്ധാനം ചെയ്ത് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയതിനു ശേഷം ഒരു 40 വർഷം അവിടെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെയും 40 വർഷം ഭൂമിയിൽ ദേവാലയം ഉണ്ടായിരുന്നു. കാരണം ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് തന്നെയായിരുന്നു അവിടെ നടന്നിരുന്നത്. അതുപോലെ തന്നെ അടുത്ത പെരുന്നാളുകൾ നടക്കേണ്ടത് കൃത്യമായിട്ട് എപ്പോഴായിരുന്നു? അടുത്ത പെരുന്നാൾ 3 പെരുന്നാളുകൾ എന്ന് പറഞ്ഞത് എന്താണ്? റോസ് ഹസന്റെയും യോം കിപ്പൂറും ഡേ ഓഫ് അറ്റോൺമെന്റും. അപ്പൊ ഈ 3 പെരുന്നാളുകൾ നടക്കണം. കാരണം കാഹളധ്വനി പെരുന്നാൾ, റോസ് ഹസന്ന എന്ന് പറയുന്നത് കാഹളധ്വനി പെരുന്നാൾ. അടുത്തത് യോം കിപ്പൂർ എന്ന് പറഞ്ഞാൽ എന്റെ വീണ്ടെടുപ്പ് പെരുന്നാൾ. അടുത്തതാണ് പിന്നെ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറയുന്ന കൂടാര പെരുന്നാൾ നടക്കേണ്ടത് അടുത്ത 3 പെരുന്നാളുകളാണ്. ഈ പുസ്തകം രണ്ടും, അതായത് പഴയ നിയമവും പുതിയ നിയമവും, ഈ യഹൂദ മതത്തിന് കീഴിൽ കിടന്ന ജനത്തോടുമാണ് കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ലോകത്തിൽ ആർക്കും പുതിയ നിയമം കൊടുത്തില്ല. അല്ലെങ്കിൽ അത് തർക്കിക്കാൻ വേണ്ടി തർക്കിക്കുന്നവരുണ്ട്. എങ്കിൽ നിങ്ങൾ തെളിയിക്കാനുള്ള ബാധ്യത കൂടി നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് നിയമം തന്നു എന്ന് തെളിയിക്കാനുള്ള ഏതെങ്കിലും ഒരു വാക്യം പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണിക്കട്ടെ. അതിന് അവരോട്, ഞാൻ പണ്ഡിതന്മാരോടൊക്കെ ഞാൻ ചോദിക്കുന്നത്, വളരെ വിനയത്തോടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിരും. അപ്പം ഇവിടെ അവർക്ക് തന്നെയാണ് കൊടുത്തത്. ആർക്ക്? പുതിയ നിയമം. കാരണം 613 കൽപ്പനകള് വഹിക്കാൻ വയ്യാത്ത നുഖമായിരുന്നു എന്നാണ് അന്നത്തെ ആ യഹൂദ സമൂഹത്തിന് കീഴിൽ കിടന്നവർ പോലും പറഞ്ഞത്. കാരണം പുറമെ യഹൂദനായവൻ യഹൂദനല്ല, അകമേ യഹൂദനായത്ര യഹൂദൻ എന്ന് റോമാലേഖനം 2:26, 27, 28 വാക്യങ്ങളിൽ അവിടെ പറയുന്നത് യഹൂദന്മാർക്ക് പോലും ആ നുഖത്തെ ചുമക്കാൻ പറ്റിയില്ല. കാരണം ഈ ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാനിവിടെ പറഞ്ഞത് 40 മാസവും 40 വർഷവും 4 ദിവസവും തമ്മിൽ, ഐ എം വെരി സോറി, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. 40 ദിവസവും, കാരണം 40 ദിവസവും 4 മാസവും, അല്ല, നിങ്ങൾ ക്ഷമിക്കണം, 40 വർഷവും 40 വർഷവും 4 മാസവും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. അങ്ങനെ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. നമ്മളെ മനുഷ്യരല്ലേ, ചിലപ്പം ബലഹീനതകളും ഒക്കെ ഉണ്ടാകാം. സവിനയം ക്ഷമിക്കുക. അതായത് ഞാൻ പറഞ്ഞത്, ഈ യേശുക്രിസ്തുവിന്റെ ഈ 4 പെരുന്നാളുകൾ നടന്നതിന് ശേഷം ഒരു 4 മാസത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അടുത്ത ഉത്സവം നടക്കാൻ വേണ്ടി. അത് യഹൂദന്റെ എല്ലാ കാലത്തുമുള്ള ആ സീസണാണ്. പിന്നെ അവരുടെ ആണ്ടിന്റെ ആരംഭത്തിലാണ് കാഹളധ്വനി പെരുന്നാൾ. തൃശ്രീ മാസത്തിലാണ് ആണ്ടിന്റെ ആരംഭം. അവരുടെ അതാണ് നമ്മളൊക്കെ ഇവിടെ ജനുവരി 1 പിന്നെ നമ്മളെ പുതുവർഷമായിട്ട് ആഘോഷിക്കുന്നത് പോലെ യഹൂദന്റെ തൃശ്രീ മാസമാണ് അവന്റെ ആണ്ടിന്റെ ആരംഭം എന്ന് പറയുന്നത്. അത് ആണ്ടിന്റെ ആരംഭത്തിലാണ് കാഹളധ്വനി പെരുന്നാൾ. കാഹളം ഊതുക എന്ന് പറയുന്നത് സഭായോഗങ്ങളെ വിളിച്ചു കൂട്ടാനും യുദ്ധകാഹളവും അതുപോലെയൊക്കെയുള്ള അവരുടെ ഉത്സവ കാഹളമൊക്കെ ഉണ്ട്. അത് ആലയത്തിൽ നിയോഗിക്കപ്പെട്ട പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളായിരുന്നു കാഹളം ഊതുന്നതൊക്കെ. അതാണ് ദൈവത്തിന്റെ കാഹളം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ യഹൂദന്റെ ന്യൂ ഇയറിലാണ് ഈ റോഷ് ഹസന്ന നടക്കേണ്ടത്, അതായത് കാഹളധ്വനി പെരുന്നാൾ നടക്കേണ്ടത്. അപ്പം ഇതിന്റെ പ്രത്യേകത നമ്മൾ കൃത്യമായി കൊലോസ്യർ 2:16 നമ്മൾ കാണുന്നുണ്ട്. അമാവാസി, ബാബ്, ശബത്ത് എന്നിവ വരുവാനിരുന്നവയുടെ നിഴൽ എത്രയെന്നാണ് ബൈബിളിൽ എഴുതി. പക്ഷെ അവിടെ കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് വരുവാനുള്ളവയുടെ നിഴൽ എത്രയെന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. നമ്മുടെ ബൈബിളിനകത്ത്, മലയാളം ബൈബിളിനകത്ത് അതിനകത്ത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളങ്ങനെ വരുവാനിരുന്നവയുടെ നിഴലെന്നാണ് അവിടെ നമ്മുടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെയൊക്കെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ വരുവാനുള്ളവയുടെ നിഴൽ എത്രയെന്നാണ് പറയുന്നത്. കാരണം
കൊലോസ് ലേഖനം എഴുതുമ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം കഴിഞ്ഞു, ദേവാലയം അവിടെ എക്സിസ്റ്റഡ് ആണ്, ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് അവിടെ ഉണ്ട്, ലോ ഉണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ആ സമയത്താണ് കൊലോസ്യർക്ക് ലേഖനം എഴുതുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അവിടെ ടെമ്പിൾ ഉണ്ട്, പ്രീസ്റ്റ്ഹുഡ് ഉണ്ട്, ലോ ഉണ്ട്, ഇതെല്ലാം നിലനിൽക്കുക. ഇപ്പൊ ഇതുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഉത്സവത്തിന് നടക്കത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഈ യഹൂദന്റെ ഉത്സവം നടക്കണമെങ്കിൽ, യഹൂദന്റെ ഈ 5ാമത്തെ പെരുന്നാളായ കാഹളധ്വനി പെരുന്നാൾ നടക്കണമെങ്കിൽ ഈ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡിന്റെ കീഴിലാണ് നടക്കേണ്ടത്. കാരണം അവിടെ നിയമമുണ്ട്, ടെമ്പിൾ ഉണ്ട്, അതായത് ദേവാലയം അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടുത്തെ പൗരോഹിത്യ ശുശ്രൂഷ, ലേവ്യ പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷ അവിടെ നടക്കുകയാണ്. ആ ലേവ്യ പൗരോഹിത്യത്തിന്റെ കീഴിലാണ് കാഹളധ്വനി പെരുന്നാൾ നടക്കേണ്ടത്. അത് യഹൂദന്റെ 5ാമത്തെ ഉത്സവമാണ്. ആ ഉത്സവ സമയത്ത് അടുത്ത പിന്നെ 2 പെരുന്നാളുകളുണ്ട്. അത് ഡേ ഓഫ് അറ്റോൺമെന്റ് അല്ലെ യോം കിപ്പൂർ എന്ന് പറയും. യോം കിപ്പൂറിനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പെരുന്നാൾ എന്ന് പറഞ്ഞ ഡേ ഓഫ് അറ്റോൺമെന്റ് പെരുന്നാൾ എന്നാണ് പറയുന്നത്. അതിനെ യോം കിപ്പൂർ എന്ന് വിളിക്കുക. അടുത്തത് കൂടാര പെരുന്നാൾ ഡേ ഓഫ് ടാബർനാക്കിൾ. ഇതാണ് യഹൂദന്റെ 7 പെരുന്നാളുകൾ. ഞാൻ പറഞ്ഞില്ല ഏത് പെരുന്നാൾ നിങ്ങൾക്ക് മനസ്സിലാവും. 1 പാസ് ഓവർ, 2 അല്ലവൻ ബ്രെഡ്, 3 പസ്പ്രൂട്ട്, 4 പെന്തക്കോസ്തി, 5ാമത്തത് എന്താണ് ഞാൻ പറഞ്ഞത് റോസ് ഹസന്ന, 6ാമത്തത് ഡേ ഓഫ് അറ്റോൺമെന്റ്, അടുത്തത് ഡേ ഓഫ് ടാബർനാക്കിൾ. ഇത് അങ്ങനെ 7 പെരുന്നാളുകളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പുസ്തകത്തിന്റെ എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. പുതിയ നിയമവും പഴയ നിയമവും ഇതെല്ലാം ഇതുമായിട്ട് ലിങ്ക് ചെയ്താണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഈ തന്റെ ഈ മത്തായി 24:36 പറഞ്ഞിരിക്കുന്നത്, ആ നാളുകളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ പുത്രൻ കൂടി അറിയുന്നില്ലെന്നുള്ളൊരു വാക്യം അവിടെ കാണുന്നത്. കാരണം ഈ റോസ് ഹസനയിൽ നടക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, അവന്റെ പെരുന്നാളിന്റെ സമയത്ത് അന്നത്തെ അവരുടെ ഇടയിലെ ഏറ്റവും പ്രബലമായിരുന്ന ഗ്രൂപ്പായിരുന്നു സന്നദ്രീം സംഘം എന്ന് പറയുന്നത്. കാരണം ആ സമൂഹത്തിലെ ഏറ്റവും തലമുതിർന്ന അല്ലെങ്കിൽ ഈ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡിനകത്തുള്ള യഹൂദന്മാരുടെ ഇടയിലെ പ്രഗത്ഭന്മാരായ വ്യക്തികളെയായിരുന്നു സന്നിധി സംഘത്തിന്റെ തലവന്മാരാക്കുന്നത്, അല്ലെങ്കിൽ സന്നിധി സംഘത്തിന്റെ മെമ്പർമാരാക്കുന്നത്. ആ സംഘത്തിൽപ്പെട്ട സന്നിധി സംഘത്തിലെ ഒരു ആളായിരുന്നു നമ്മുടെ പൗലോസ് ലീഗ പോലും സന്നിധി സംഘത്തിന്റെ ആളായിരുന്നു. അതുപോലെ അന്നത്തെ സന്നിധി സംഘം തീരുമാനിക്കും ഈ പെരുന്നാളിന്റെ തലേ ദിവസം, അല്ലെങ്കിൽ ആ തലേ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ആ തൃശ്രീ മാസം 1-ാം തീയതിയാണ് ഈ പെരുന്നാളിന്റെ ആരംഭം. അതിന് ദിവസങ്ങൾക്ക് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് തലേ ദിവസം എന്നാണ് പറയുന്നത്. അവരുടെ ചരിത്രം പറയുന്നത് അങ്ങനെ, അവരുടെ മിഡ്രാഷിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അപ്പം തലേ ദിവസം ഈ സന്നിധി സംഘത്തിലെ 2 പേരെ, അതായത് 2 വ്യക്തികളെ 2 മലകളിൽ പോയി നിൽക്കും. കാരണം 2 മലകളിൽ പോയി ഇവരെ വളരെ പ്രഗത്ഭന്മാരായ ഈ യഹൂദ മതമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ആളുകളാണ് 2 മലകളിൽ പോയി നിൽക്കുന്നത്. കാരണം ഇവര് നമ്മുടെ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് പിറ കാണുക എന്നൊരു പറഞ്ഞൊരു പരിപാടിയുണ്ട്. പൗർണമി ദിവസത്തിൽ പൂർണ്ണചന്ദ്ര പ്രതിമ കാണുക, അല്ലെ പൂർണ്ണകായ പ്രതിമ കാണുക, ഏതാണ് ചന്ദ്രന്റെ. അപ്പം അത് കാണുക, ഈ ചന്ദ്രൻ ഉദിച്ചു വരുന്നത് പൗർണമിയിൽ ഇങ്ങനെ ഉദിച്ചു വരണം, ഇത് കാണണം. നമ്മുടെ മുസ്ലിങ്ങളൊക്കെ അതിന്റെ കോണ കാണുന്നത്, അതായത് ഈ ചന്ദ്രക്കല പോലെയുള്ള ഭാഗങ്ങൾ. പക്ഷെ ഈ പൗർണമി ഇത് കണ്ടെങ്കിൽ മാത്രമേ അവർ 2 മലകളിൽ നിന്ന് 2 പേരെ വ്യത്യസ്തമായി പ്രാക്ടീസ് ചെയ്ത ഈ സന്നദ്ധി സംഘം നല്ല ഉപദേശം കൊടുത്ത് അവർ 2 മലകളുടെ മുകളിൽ പോയി വിടും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ഈ പിറ കാണണം, ഏത് ഈ പൂർണ്ണചന്ദ്രനെ കാണണം. പൂർണ്ണചന്ദ്രൻ ഒരു പക്ഷേ കാലാവസ്ഥ ചിലപ്പം വ്യത്യാസമുണ്ടായെങ്കിൽ മഞ്ഞോ അതുപോലെ തന്നെ മേഘം മൂടപ്പെട്ട് കിടന്നാൽ അന്ന് കാണത്തില്ല, പെരുന്നാളിന് മാറ്റിവെക്കേണ്ടി വരും. അതുപോലെ 2 പേരും ആദ്യം ഒരാൾ ചെന്ന്, ആദ്യം കാണുന്ന ആൾ ചെന്ന് ഈ സന്നിധി സംഘത്തോട് ചെന്ന് പറയും, ഞാൻ ഇത് കണ്ടു, അതായത് ചന്ദ്രൻ ഉദിക്കുന്നത് കണ്ടു. അതിനെ നമുക്ക് കൃത്യമായി, അതായത് അപ്പം ഞാനിത് പറഞ്ഞത് എപ്പോഴാണ് കാണേണ്ടത്, തൃഷ്ണി മാസത്തിന്റെ 1-ാം തീയതിക്ക് മുമ്പേ തന്നെ 2 വ്യക്തികൾ, അതായത് പല നിലകളിൽ പരീക്ഷിച്ച് ഇവർ വിശ്വസ്തന്മാരാണെന്ന് തെളിയിച്ചിട്ടുള്ള സന്നിധി സംഘം ഫെയ്ത്ത്ഫുൾ എന്ന് മുദ്ര കുത്തിയ ആളുകൾ, അവര് ഫെയ്ത്ത്ഫുൾ എന്ന് മനസ്സിലാക്കിയ ആളുകളെ മാത്രമേ ഈ 2 പ്രധാന മലകളിൽ, യെരുശലേമിലെ 2 പ്രധാന മലകളിൽ അവരെ നിർത്തുകയുള്ളൂ. കാരണം എല്ലാവരെയും ഒന്നും അവർ അതിന് അപ്പോയിന്റഡ് മെൻസ് ഉണ്ടായിരുന്നു, അത് അപ്പോയിന്റ് ചെയ്ത പ്രത്യേക ആളുകൾ ഉണ്ടായിരുന്നു. അവർ 2 പേര്, കാരണം സന്നിധി സംഘം അവരെ ഫെയ്ത്ത്ഫുൾ ആണെന്ന് മനസ്സിലാക്കി, കള്ളത്തരം പറയുകയില്ലെന്ന് മനസ്സിലാക്കി 2 പേരെ 2 മലകളിൽ പോയി കൊണ്ട് നിർത്തിയിട്ട് അവരെ അവിടെ ഇത് ചന്ദ്രൻ ഉദിക്കുന്നത്, ഈ പൂർണ്ണ പൗർണമി അല്ലെങ്കിൽ പൗർണമി കാണുമ്പോൾ ആദ്യം കണ്ട ആൾ വന്ന് ഓടി ഈ സന്നിധി സംഘത്തോട് പറയും, ഞാൻ ഇത് കണ്ടു,
ഞാൻ ഈ ചന്ദ്രനെ ഉദിക്കുന്നത് കണ്ട് പൂർണ്ണ ചന്ദ്രനെ കണ്ടു എന്ന് വന്ന് തെളിയിക്കും. എന്നിട്ട് മാത്രമേ ഇതേ മറ്റേ ആള് മറുമലയിലുള്ള ആള് ഇതേപോലെ വന്നു ഒരുമിച്ച് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത് അവരെ ഒരുമിച്ചിരുത്തി രണ്ടുപേരും കണ്ട് രണ്ടുപേരും രഹസ്യത്തിൽ ആദ്യം എന്ന് ചോദിക്കും, പിന്നെ ഇവരെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത് കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഈ പെരുന്നാൾ ഡിക്ലെയർ ചെയ്യുന്നത്. നമുക്കതിന് അത് ഇവരെ മുസ്ലിം കോപ്പി അടിച്ചു വെച്ചിട്ടുണ്ടത്. ഇത് യഹൂദന്റെ സംഭവമാണിത്. അതാണ് ഈ റോസസ് ഇത് കാഹളധ്വനി പെരുന്നാൾ അവർ ഊതണമെങ്കിൽ, കാഹളം ഊതണമെങ്കിൽ, ഈ പെരുന്നാൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഈ പൂർണ്ണ പൗർണമിയെ പൂർണ്ണ ചന്ദ്ര ഈ പൗർണമിയുടെ അല്ലെങ്കിൽ ചന്ദ്രനെ അത് പൂർണ്ണമായി ഉദിച്ചു വരുന്നത് കണ്ടെങ്കിൽ മാത്രമേ ഈ പെരുന്നാൾ ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. അപ്പൊ സന്നിധി സംഘത്തിന് ഇതൊരു ഉറപ്പാകണം. കാരണം ഇവര് രണ്ടുപേരെയും ഇവരെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തതിനു ശേഷം രണ്ടാമത്തെ വിറ്റ്നസ്സും ഒരുപോലെയാണ് പറയുന്നതെങ്കിൽ മാത്രമേ ഇവര് ഈ ഞാൻ പറഞ്ഞല്ലോ 2 മലകളിൽ കൊണ്ട് അവരെ നിർത്തും. ആ 2 മലകളിൽ വ്യത്യസ്തമായ മലകളിൽ നിർത്തി ഇവരെയും ഈ ചന്ദ്രൻ ഉദിച്ചു വരുന്നത് കാണണം. എന്നിട്ട് ആദ്യം വരുന്ന കണ്ടയാൾ വന്ന് പറയും, സന്നിധി സംഘത്തിൽ വന്ന് പറയുമ്പോൾ അത് ഉറപ്പിച്ച് അവരെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തതിനു ശേഷം കണ്ടോ, അങ്ങനെയാണോ, എന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഈ അടുത്ത മലയിൽ നിൽക്കുന്ന ആൾ ഒരുപോലെ വന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അവർ പെരുന്നാൾ ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. കാരണം യഹൂദന്റെ 5ാമത്തെ പെരുന്നാളാണ് കാഹളധ്വനി പെരുന്നാളാണ്. ഈ കാഹളധ്വനി പെരുന്നാൾ ലോകത്തിൽ ആർക്കും കാഹളധ്വനി പെരുന്നാളിന്റെ ലോകത്തിൽ ഒരു ക്രൈസ്തവനും കാഹളധ്വനി പെരുന്നാൾ നടത്തുന്നില്ല. ഇവിടെ കുറെ അച്ചാച്ചന്മാര് പിപിയും കൊണ്ട് നടക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും അടൂരിൽ നിന്നൊക്കെ ചില ആളുകൾ ഊതുന്നുണ്ട്. ആ പിപി ഒന്നും അല്ല സഹോദരൻ, ആട്ടിന്റെ കൊമ്പ്. അത് ഈ ലോക്കൽ ഈവന്റാണ് നടക്കേണ്ടത്. ഈ കൊമ്പ് ഊതെന്ന് പറയുന്നത് ലോക്കൽ ആ പ്രദേശത്തുള്ളവർ മാത്രം കേൾക്കുന്ന, അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്ത് മാത്രം കേൾക്കുന്നതാണ് ഈ കാഹളധ്വനി. ഇതാണ് ദൈവത്തിന്റെ കാഹളം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കാഹളം എന്ന് ആലയത്തിൽ നിന്ന് ഊതുന്ന പിപിക്കാണ് ദൈവത്തിന്റെ കാഹളം എന്ന് പറയുന്നത്. അല്ലാതെ എന്തോ പഠനമാ ക്രൈസ്തവ ലോകത്ത് ഇത്രയും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ കാഹളം. ദേശീയ ദേവാലയത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ആ വ്യക്തി, അതിന് നിയോഗിക്കപ്പെട്ട വ്യക്തി ഊതുമ്പോഴാണ് ദൈവത്തിന്റെ കാഹളം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രൻ കൂടി അറിയുന്നില്ല എന്നുള്ള ഭാഗത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ക്രൈസ്തവ ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ട് കിടക്കുക. ഇതിനെപ്പറ്റി ആർക്കും അറിയത്തില്ലെന്നാ പറയുന്നത്, ഒരു അച്ചാച്ചനും കണ്ടിട്ടില്ലെന്നാ പറയുന്നത്. എന്റെ പൊന്നെ, ഇത് യഹൂദന്റെ കാഹളധ്വനി പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പോലും ഇന്നത്തെ അച്ചാച്ചന്മാർക്ക് അറിയത്തില്ല. അത് ആരും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, ഒരു മനുഷ്യരും പറഞ്ഞു തരുന്നതുമില്ല. ഈ കാഹളധ്വനി പെരുന്നാൾ, യഹൂദന്റെ 7 പെരുന്നാൾ എന്താന്ന് പോലും ഈ പഠനശാലകളിൽ ഒന്നും പഠിപ്പിക്കുന്നില്ല. പറഞ്ഞു വിട്ടുപോകും. എന്താണ് ഇതെന്താണ് നിഴലുകളായിരുന്നു, അല്ലെങ്കിൽ നിഴലായിരുന്നു, ഇത് റിഹേഴ്സൽ ആയിരുന്നു. ഇത് മിക്ര എന്ന് പറയുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹീബ്രു ബൈബിളിൽ. ഹീബ്രുവിൽ മിക്രയാണ്. അതെന്താണ്? റിഹേഴ്സൽ. കാരണം പഴയത് നിയമത്തിലെല്ലാം റിഹേഴ്സൽ ആയിരുന്നു. ആ റിഹേഴ്സലിന്റെ ഫുൾഫിൽമെന്റ് നടക്കുന്നത്, സ്റ്റേജിൽ നടക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. ഇപ്പൊ റിഹേഴ്സൽ നടത്തിയിട്ട് ഒരു നാടകത്തെ നമ്മൾ റിഹേഴ്സൽ മാസങ്ങളോളം വർഷങ്ങളോളം റിഹേഴ്സൽ നടത്തിയിട്ട് അതിനെ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോഴാണ് അത് എസ്റ്റാബ്ലിഷ് ആയി മാറുന്നത്. അതുപോലെ ക്രിസ്തുവിലൂടെ പഴയ ഈ നീണ്ട 1500 വർഷക്കാലം യഹൂദന്മാര് ചെയ്ത ആ റിഹേഴ്സലിന്റെ ആ തട്ടുംപുറത്ത് കയറി, അല്ലെങ്കിൽ ആ നാടകത്തെ നമ്മള് സ്റ്റേജിൽ അവതരിപ്പിച്ച് ജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ ഫുൾഫില്ലാകുന്നത്. അതുപോലെ ക്രിസ്തുവിലൂടെ ഈ 7 പെരുന്നാളുകൾ ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്തുവിന്റെ മരണമടക്ക പുനരുത്ഥാനത്തോടുകൂടി പെന്തക്കോസ്തി വരെ കഴിഞ്ഞു. അതായത് 4 പെരുന്നാൾ കഴിഞ്ഞു. അടുത്ത 3 പെരുന്നാളുകൾ അവശേഷിക്കുന്നുണ്ട്. ആ 3 പെരുന്നാളുകളിൽ ഒന്ന് ഏതാണ്? ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡിലാണ് നടക്കുന്നത്. ലേവ്യ പൗരോഹിത്യത്തിന്റെ കീഴിലാണ് നടക്കേണ്ടത്. അവിടെ നിയമം ഉണ്ടാകണം, ലാ ഉണ്ടാകണം. കാരണം ലേവ്യ പൗരോഹിത്യം ഉണ്ടാകണം, ലാ ഉണ്ടാകണം, ടെമ്പിൾ ഉണ്ടാകണം, ദേവാലയം ഉണ്ടാകണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ഈ പെരുന്നാളുകൾ പൂർത്തീകരിക്കത്തുള്ളൂ. അപ്പൊ ഇതാണ് നടക്കേണ്ടത്. ഇതിനെ സംബന്ധിച്ചാണ് കർത്താവ് ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രൻ കൂടി അറിയുന്നില്ല എന്ന് പറഞ്ഞതിന്റെ സാരം താഴെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റോസസനയിൽ നടക്കേണ്ടത്, ഈ പെരുന്നാൾ നടക്കേണ്ടത്, ഡിക്ലെയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ പെരുന്നാളിൽ ഇവര് ഈ പൂർണ്ണചന്ദ്രനെ കണ്ട് ആ സന്നിധി സംഘം നിയോഗിച്ചയക്കുന്ന 2 വ്യക്തികൾ വന്ന് ഈ സന്നിധി സംഘത്തോട് അറിയിക്കുമ്പോൾ മാത്രമാണ് ഈ പെരുന്നാള് ഡിക്ലെയർ ചെയ്തത്. ഇന്നത്തെ മുസ്ലിങ്ങൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ പറയത്തില്ലേ, സൗദി അറേബ്യയിൽ നിന്ന് അല്ലെ മക്കയിൽ നിന്ന് വന്നെങ്കിൽ മാത്രം അവർ പെരുന്നാള് ഡിക്ലെയർ ചെയ്യുന്നത്. നമ്മുടെ പിറ കണ്ടില്ല എന്നൊക്കെ പറയുന്നത് ഇതാണ്. അവരിൽ നിന്ന് ഈ യഹൂദന്മാരുടെ തനി കോപ്പിയാണ് ഇവരും അടിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതായത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാഹളധ്വനി പെരുന്നാളിന്
നമുക്ക് മനസ്സിലാക്കുന്നത് ഈ കാഹളം ഊതുക, നമുക്ക് പഴയ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഈ കാഹളം ഊതിയപ്പോഴാണ് എരിഹോ പട്ടണം ഇടിഞ്ഞു വീണത്, എരിഹോ മതിൽ വീണത്. കാരണം ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വിടുവിച്ചിട്ട് അവരുടെ മുമ്പിൽ തടസ്സമായി നിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, എന്തോ എരിഹോ. ആ ജെറിക്കോ വീഴുന്നത് എപ്പോഴാണ്? ഈ 7ാം കാഹളം ഊതിയപ്പോഴാണ്. ഇതുപോലെ ഈ അവസാനം ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ, ക്രിസ്തു മരിച്ചതിന് ശേഷം യഹൂദന്മാരുടെ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് ഉള്ളപ്പോൾ, ദേവാലയം ഉള്ളപ്പോൾ നടക്കേണ്ട ഒരു കാര്യമാണ് ഈ ദേവാലയവും വീഴണം. കാരണം കർത്താവാ പറഞ്ഞത് കല്ല് കല്ലിന്മേൽ ശേഷിക്കുകയില്ല എന്ന്. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരുന്നത് പറഞ്ഞവൻ ഉത്തരവാദിത്വം ഉണ്ടെന്നേ. ആ പറഞ്ഞവന്റെ കാലഘട്ടത്തിൽ കർത്താവ് പറഞ്ഞു ഇതൊക്കെയും സംഭവിക്കോളം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞാൽ ദാറ്റ് ജനറേഷൻ, അവിടെ പറഞ്ഞിരിക്കുന്നത് ദിസ് ജനറേഷൻ എന്നാ. ഇന്ന് നമ്മൾ പറയുമ്പോൾ ദാറ്റ് ജനറേഷൻ, അതായത് യേശുക്രിസ്തു ഭൂമിയിൽ വെളിപ്പെട്ട് തന്റെ ശുശ്രൂഷ ആരംഭിച്ച കാലഘട്ടത്തിൽ 42ാമത്തെ തലമുറയിൽ നിന്നാണ് നമുക്ക് മത്തായിയുടെ സുവിശേഷം നമ്മൾ സുവിശേഷത്തിൽ വായിക്കുക. യേശുക്രിസ്തു 14 തലമുറ, ഇങ്ങനെ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് ഈ 42 എന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിക്കും വേണമെങ്കിൽ ഞാൻ ആ വാക്യം നിങ്ങളുടെ മുമ്പിൽ നിന്ന് വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം, വളരെ സമാധാനത്തോടെ മുന്നോട്ട് പോകാം. ഞാൻ ആ വാക്യം വായിക്കാം. മത്തായി അവിടെ ഇങ്ങനെയാണ് എഴുതി, ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ പോന്നാലും, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം പോന്നാലും, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവോളം പോന്നാലും, 14 + 14 + 14 42. ഇപ്പം 42ാമത്തെ തലമുറയിലാണ് ക്രിസ്തു വന്ന് ജനിക്കുന്നത്. ഈ 42ാമത്തെ തലമുറയെ കാരണം ഈ തലമുറ എന്ന് പറയുന്നത് കർത്താവ് അന്നത്തെ കാലത്ത്, അതായത് കർത്താവ് പറഞ്ഞപ്പോൾ ഇതൊക്കെയും സംഭവിക്കോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുന്നത് ഇന്ന് ഞാനും നിങ്ങൾ ജീവിക്കുന്ന തലമുറയിലല്ല. നിങ്ങൾക്ക് ബൈബിളിൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഇച്ചിരിയെങ്കിലും ലോജിക്ക് വെച്ച് വായര്. അത് കർത്താവ് 42ാമത്തെ തലമുറ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പായിട്ട് ആ പട്ടണം ഇടിഞ്ഞു വീഴും, അല്ലെങ്കിൽ ഇതൊക്കെയും വേളി പറഞ്ഞ കാര്യങ്ങളെല്ലാം കർത്താവ് മത്തായി 24 പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം സംഭവിക്കണമെന്നാണ് പറഞ്ഞത്. കർത്താവിനെ കള്ളനാക്കാൻ നിങ്ങൾ ഇവിടുത്തെ ഉപദേശിമാരും ഭാഷന്മാരും ആഞ്ഞു ശ്രമിച്ചാലും നടക്കത്തില്ല സഹോദരൻ. ഒരു കൂട്ടം ചെറുപ്പക്കാർ എഴുന്നേറ്റ് വരും. സത്യസന്ധമായി സുവിശേഷം പറയുന്ന ഒരു കൂട്ടരെ ദൈവം എഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും എല്ലാം പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ്. സത്യസന്ധമായി വചനത്തെ മനസ്സിലാക്കുക. അപ്പം ഈ 42ാമത്തെ തലമുറ കാണേണ്ടതാണ്. ഏത്? ദേവാലയം നശിച്ചു വീഴുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 42ാമത്തെ തലമുറ ഈ എരിഹോ പട്ടണം എന്ന് പറഞ്ഞ പഴയ നിയമത്തിൽ ഒരു നിഴലായി കിടപ്പുണ്ട്. കാരണം ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ, മിസ്രൈമിൽ നിന്ന് അവർ വരുമ്പോൾ അവരുടെ മുമ്പിൽ വാഗ്ദത്ത ദേശത്തെ കടക്കുവാൻ തടസ്സമായി നിന്നത് അവരുടെ മുമ്പിൽ എന്തായിരുന്നു? എരിഹോ കോട്ടയായിരുന്നു. ഇതുപോലെ യേശു പഠിപ്പിച്ച ദൈവരാജ്യത്തിൽ കടക്കുവാൻ തടസ്സമായി നിന്ന, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം കേട്ട് പഠിച്ചവരുടെ മുമ്പിൽ അവർക്ക് തടസ്സമായി നിന്നതും ഈ ന്യായപ്രമാണത്തിന്റെ സിറ്റാടലായ ദൃശ്യപ്രതീകമായിരുന്ന ദേവാലയമായിരുന്നു. ഇത് 7ാം കാഹളം ഊതുമ്പോൾ ഇത് ഡും എന്ന് പറഞ്ഞ് താഴെ വീഴുകയാണ്. ഈ 7ാം കാഹളത്തിൽ ഈ ദേവാലയം താഴെ വീഴുകയാണ്. പഴയ എരിഹോ കോട്ട വീണതുപോലെ അന്നും 7ാം കാഹളം ഊതിയപ്പോഴാണ് എരിഹോ കോട്ട അവരുടെ മുമ്പിൽ, ദൈവജനത്തിന്റെ മുമ്പിൽ തടസ്സമായി നിന്നതാണ്. ഇതുപോലെ യെരുശലേമിലെ ദേവാലയവും യേശുക്രിസ്തുവിന്റെ ആ നവീന ഉപദേശത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ച സുവിശേഷം എന്താണ്? ദൈവരാജ്യം സംബന്ധിച്ചുള്ള സുവിശേഷം. താൻ ദൈവരാജ്യം സംബന്ധിച്ചല്ലാതെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? യേശുക്രിസ്തു ഏത് ഉപമ പറഞ്ഞാലും ദൈവരാജ്യം സംബന്ധിച്ച് അഥവാ സ്വർഗരാജ്യം സംബന്ധിച്ച് ഇത് രണ്ടാം ആളുകൾ പഠിപ്പിക്കുന്ന അച്ഛന്മാര്. ദൈവരാജ്യം പുളിച്ചമാവനോട് സദൃശം, സ്വർഗരാജ്യം പുളിച്ചമാവനോട് സദൃശം, ദൈവരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശം, സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശം. ഇത് അച്ഛാ എവിടാ വ്യത്യാസം? കർത്താവ് ഇത് രണ്ടും ഒന്നല്ലേ പറഞ്ഞത്? ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ നാമത്തെ പ്രതാപെടുക്കാത്തത് കൊണ്ട് അവർ യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയതുകൊണ്ട് അവർക്ക് സ്വർഗരാജ്യം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പുറത്ത് ബാക്കിയുള്ള 3 സുവിശേഷങ്ങളിൽ ദൈവരാജ്യം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ മത്തായി 19 ദൈവരാജ്യമുണ്ട്, സ്വർഗരാജ്യമുണ്ട്, വീണ്ടും ജന്മമുണ്ട്, രക്ഷയുണ്ട്. ഇതിനകത്തെല്ലാം 19 ഒരു ചെറുപ്പക്കാരൻ ചെന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം അവിടെ പറയുന്നുണ്ട്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് അവരുടെ മുമ്പിൽ പ്രതിബന്ധമായി നിന്നത് എന്തായിരുന്നു? ഈ എരിഹോ കോട്ട പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേൽ വാഗ്ദത്ത കനാനിൽ കടക്കുന്നതിന് മുമ്പ് തടസ്സമായി നിന്നുവെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതിന് തടസ്സമായി നിന്നത് എന്തായിരുന്നു? ഈ യെരുശലേം ദേവാലയമായിരുന്നു. ഇതാണ് കർത്താവ് പറഞ്ഞത്, കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും, ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞതിന്റെ സാരം. അപ്പൊ ഇതെപ്പോഴാണ് നടക്കേണ്ടത്? കാഹളധ്വനി പെരുന്നാളിന്റെ സമയത്ത്.
യഹൂദന്റെ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡിലുള്ള 5ാമത്തെ പെരുന്നാളായ കാഹളധ്വനി പെരുന്നാൾ നടക്കേണ്ട ഉള്ള സമയത്താണ് ഇത് വീഴേണ്ടത്. അച്ചാച്ചാ, ഇന്ന് ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് അല്ല ഇവിടെ. നിങ്ങൾ ഇന്ന് കർത്താവിന്റെ വരവഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ലേവ്യ പൗരോഹിത്യം അല്ല, ഇത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള വേറൊരു പുരോഹിതനാണ് വന്നത്. അത് യേശുവാണ്. ആ പൗരോഹിത്യമാണ് ഇന്ന് ഭൂമിയിലുള്ളത്. നിങ്ങൾ എന്താണ് വചനം വായിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാത്തത് എന്താ സഹോദരങ്ങളെ? ഞങ്ങൾ പറയുമ്പോൾ ദുരുപദേശമാണ്, അല്ലെങ്കിൽ ഞങ്ങളെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല സഹോദര. കൃത്യമായ കാര്യങ്ങളെ മനസ്സിലാക്ക്. ഇന്ന് ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡിന്റെ കീഴിലല്ല നമ്മള്. ഇന്ന് ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് കർത്താവ് എന്നേക്കുമായി നീക്കി. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണത വന്നുവെങ്കിൽ വേറൊരു പുരോഹിതൻ വരേണ്ടത് ആവശ്യകത ഇല്ലല്ലോ. ആ പൗരോഹിത്യം നീങ്ങിപ്പോകുന്ന പക്ഷെ ന്യായപ്രമാണത്തിന് കൂടെ നീക്കം വരണം. അപ്പം ന്യായപ്രമാണവും നീക്കി, ലേവ്യ പൗരോഹിത്യം നീക്കി. എപ്പോഴാണ് ഈ ദേവാലയം ഡും എന്ന് പറഞ്ഞ താഴെ വീണപ്പോൾ? കാരണം ദേവാലയം ഉണ്ടെങ്കിൽ ഇവന്മാർ പോയി വീണ്ടും അവിടെ മൃഗബലി നടത്തും. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും എല്ലാം രക്തം കൊണ്ട് അവിടെ ചീന്തും. കാരണം ഇത് ഈ സമയത്ത് ഏതാണ്ട് ഈ അവസാനത്തെ അവിടുത്തെ ഈ പെസഹായിലെ ഏതാണ്ട് എത്രയോ ലക്ഷം ആളുകളെയാണ്. കാരണം 2 ലക്ഷം കിഡ്നി, അതായത് അവര് 2 ലക്ഷത്തിൽ പരം. കാരണം ഒരാടിനെ 20 പേർക്കാ ഭക്ഷിക്കുന്ന. അന്നത്തെ 20 ആളുകളെ ഭക്ഷിക്കും. ഒരാടിനെ ബലി നടത്തിയാൽ 20 പേർക്ക് ഭക്ഷണമാത്. അതുപോലെ 2 ലക്ഷം ആടുകളെ അന്ന് ഈ ദേവാലയം നശിക്കുന്നതിന് മുമ്പുള്ള പെസഹായിൽ അവിടെ നടത്തി സ്ലോട്ടർ ചെയ്തു. അപ്പൊ നമ്മള് ഈ ദൈവവചനത്തെ അപ്പം കാഹളധ്വനി പെരുന്നാളിന്റെ സമയത്താണ് ഈ ദേവാലയം വീഴുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവജനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന യെരിഹോ പട്ടണം ഇടിഞ്ഞു വീണതുപോലെ ഈ ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നതിന് തടസ്സമായി നിന്ന അതേ യെരുശലേം ദേവാലയം, ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡിന്റെ ടെമ്പിൾ ഇടിഞ്ഞു വീഴുകയാണ്. അതാണ് കല്ല് കല്ലിന്മേൽ ശേഷിക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞത്. അപ്പൊ മോശ മിസ്രൈമിൽ നിന്ന് ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്ന് യെരിഹോ കനാനിൽ കടക്കുന്നതിന് മുമ്പ് അവരുടെ മുമ്പിൽ തടസ്സമായി നിന്നത് യെരിഹോ പട്ടണമായിരുന്നു. അതും കാഹളം ഊതിയപ്പോഴാണ് താഴെ വീണത്. അവരതിനെ പട്ടണത്തിന് ചുറ്റും വലയം വെച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി കാഹളം ഊതിയപ്പോൾ ആ പട്ടണം വീണതുപോലെ ഇന്ന് അവസാനം ഈ 7ാം കാഹളത്തിന്റെ അല്ലെങ്കിൽ 5ാം കാഹളനാദത്തിന്റെ സമയത്ത് അതിനെ മഹാകാഹളം എന്ന് വിളിക്കും. ബൈബിൾ വിളിക്കുന്ന മഹാകാഹളം എന്ന് വിളിക്കും, 7ാം കാഹളം എന്ന് വിളിക്കും. ഇതെല്ലാം നടക്കുന്നത് എപ്പോഴാണ്? ഈ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് ഉള്ളപ്പോഴാണ്. ഈ കൊരിന്ത് ലേഖനം 15ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകത്തിലൊക്കെ പറയുന്നത് ഈ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡിന്റെ സമയത്താണ് ഈ കാഹളം ഊതേണ്ടത്. ഇന്ന് കാഹളം ഇവിടെ അടൂരെ തിരുവബ്രതറോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ MA വർഗീസ് പാസ്റ്ററോ ഊതിയ കാര്യമില്ല. ഇന്ന് ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡിൽ എല്ലാവരും നിങ്ങൾ ഊതാമെന്നുള്ളതേ ഉള്ളൂ. വെയിറ്റ് ചെയ്ത് നിങ്ങളെല്ലാം ഊതി ശവക്കുടിയിലേക്ക് പോകത്തേ ഉള്ളൂ സഹോദരൻ. നിങ്ങളൊന്നും കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിക്കുക പോലും വേണ്ട. കർത്താവിന് ഭൂമിയിലേക്ക് വരത്തില്ല. കർത്താവ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിലാണ് ഇരിക്കുന്നത്. ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അത് AD 70 സംഭവിച്ചു കഴിഞ്ഞു. കാരണം ഇതാണ് ദൈവത്തിന്റെ പദ്ധതി പോലും. കാരണം മനുഷ്യന് ഞാൻ പുറപ്പാട് പുസ്തകം 25:8 മുതൽ എടുത്ത് വായിര്. പുറപ്പാട് പുസ്തകത്തിലേക്ക് അത് കൃത്യമായിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി അതിനെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പം ആ പട്ടണത്തെ തകർക്കാൻ ദൈവം ഉപയോഗിച്ച മാർഗം എന്താണ്? കാഹളം ഊതുകയായിരുന്നു പഴയ നിയമത്തിൽ. അപ്പൊ ഇതുപോലെ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡിന്റെ കീഴിൽ ഒരു കൂട്ടം ജനത്തെ പത്രോസിന്റെ കൈക്കീഴിൽ ദൈവവഴിമേൽ എഴുന്നേൽപ്പിച്ച് ദൈവരാജ്യം അഥവാ ദൈവരാജ്യത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് ദൈവരാജ്യത്തിലേക്ക് പൂർണ്ണമായി ദൈവരാജ്യം ശക്തിയോടെ വെളിപ്പെടുന്നത് വരെ മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ദൈവരാജ്യം ശക്തിയോടെ വെളിപ്പെടുന്നത് എപ്പോഴാണ്? ഈ പട്ടണം ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യണം. ഏത്? ഈ യെരുശലേമും യെരുശലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ യെരുശലേമിൽ നിന്നിരുന്ന ദേവാലയം ഉൾപ്പെടെയുള്ള എല്ലാം, അതായത് അതിനെയാണ് മർമ്മം മഹദിയാം ബാബിലോൺ വീഴണം. പഴയ യെരുശലേം വീഴണം. ആ മർമ്മം മഹദിയാം ബാബിലോൺ അവിടെ വീണു. അപ്പം ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഈ കാഹളധ്വനി പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സന്നിധിയും സംഘം പോയി തലേ രാത്രി നിൽക്കുന്നതും ഇത് സന്നിധിയും സംഘത്തോട് വന്ന് അറിയുന്നതും. ഇത് ചിലപ്പോൾ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ ഉണ്ടായ ചിലപ്പോൾ 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നിരിക്കും, താമസിച്ചെന്നിരിക്കും. സന്നിധി സംഘം 2 പേര്, സന്നിധി സംഘത്തിൽ 2 പേര് ഒരുപോലെ കണ്ടെന്ന് വരത്തില്ല. അപ്പോഴാണ് അവരുടെ പെരുന്നാളുകൾക്ക് മാറ്റം ഉണ്ടാകും. ഇതുപോലെ ഇന്ന് മുസ്ലിമുകൾ എങ്ങനെയല്ലേ, അതുപോലെയാണ് ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രൻ കൂടി അറിയുന്നില്ലെന്ന് പറഞ്ഞതിന്റെ സാരം. കാരണം പുത്രൻ അറിയത്തില്ല, ഈ സന്നിധി സംഘം എന്ന് പറയേണ്ടത്.
പുത്രൻ അതിനെപ്പറ്റി അറിയത്തില്ല. സന്നിധി സംഘത്തിൽ 2 ചെറുപ്പക്കാരെ, അല്ലെങ്കിൽ അന്നത്തെ നിയോഗിക്കപ്പെട്ട 2 വ്യക്തികൾ 2 മലകളുടെ മുകളിൽ പോയി നിന്ന് ഈ ചന്ദ്രൻ ഉദിക്കുന്നത് പോയി കണ്ട് ഇവരെ രണ്ടുപോയി ഒരേ കാര്യം ഒരേപോലെ പറഞ്ഞെങ്കിൽ മാത്രമേ ഈ സന്നിധി സംഘം പെരുന്നാൾ ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. മഹാപുരോഹിതൻ പെരുന്നാൾ ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. ഇതിനെക്കുറിച്ച് അച്ചാച്ച അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ നാളും നാഴിക എന്ന് പറഞ്ഞ പിതാവല്ലാതെ പുത്രൻ കൂടി അറിയത്തില്ലെന്ന് പലരും എന്നോട് തർക്കിക്കാൻ വന്നിട്ടുണ്ട്. പലരും ക്ലബ് ഹൗസ് അതുപോലുള്ള മീഡിയകളിലെല്ലാം എന്നോട് തർക്കിക്കാൻ വന്നിട്ടുണ്ട്. കൃത്യമായി ഞാൻ ആ കാര്യങ്ങളെ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് റോഷസ് ആണ്. ഈ ആലയം വീഴുന്നതും ഈ പഴയ നിയമത്തിലെ എരികോ വീഴുന്നതും എല്ലാം സെയിം ആണ്. അതും ഇതുപോലെ കാഹളത്തിന് പെരുന്നാളിന്റെ സമയത്താണ്. പഴയ നിയമത്തിൽ എരിഹോ പട്ടണം വീണതും പുതിയ നിയമത്തിൽ ഈ ദേവാലയം വീഴുന്നതെല്ലാം ഈ കാഹളത്തിന് പെരുന്നാളിന്റെ സമയത്താണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നാളും നാഴിക എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, യഹൂദന്റെ 7 ഉത്സവങ്ങളെ പറ്റി ഒന്നും കൂടെ ഞാൻ വേണമെങ്കിൽ പറയാം. പാസ് ഓവർ, അൺലെവൺ ബ്രെഡ്, ഫസ്റ്റ് ഫ്രൂട്ട്, പെന്തക്കോസ്റ്റ്, അടുത്തത് കാഹളത്തിന് പ്രധാന, അതിനെ റോസസന്ന എന്ന് നമ്മൾ പറയും. അടുത്തത് യോം കിപ്പൂർ, അടുത്തത് കൂടാരപ്രധാന, ഡേ ഓഫ് ടാബർനാക്കിൾ. അപ്പം ഈ 5ാമത്തെ പെരുന്നാളായ കാഹളധ്വനി പെരുന്നാളിന്റെ സമയത്താണ് ദേവാലയം വീഴുന്നത്, പട്ടണം വീഴുന്നത്. അതിനെയാണ് ബൈബിളിൽ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വിനയത്തോടെ നിങ്ങളോട് ഞാൻ അറിയിക്കുകയാണ്. അല്ലാതെ ഇനി നടക്കേണ്ട കാര്യമല്ല. കാഹളധ്വനി പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് മഹാപാപ പരിഹാര ദിവസമുണ്ട്. അത് യോം കിപ്പൂർ എന്ന് പറയും. അത് കഴിഞ്ഞിട്ടാണ് കൂടാരപ്പെരുന്നാൾ. അതോടുകൂടി അവസാനിക്കുക യഹൂദന്റെ പെരുന്നാൾ. ഇത് ഈ 3 ഞാൻ പറഞ്ഞില്ലേ, യേശുക്രിസ്തുവിന്റെ മരണമടക്ക പുനരുദ്ധാനത്തോടുകൂടി പെന്തക്കോസ്തി വരെയുള്ള പെന്തക്കോസ്തി 50ാമത്തെ ദിവസം പെന്തക്കോസ്തി വരെയുള്ള യേശുക്രിസ്തുവിന്റെ ലൈഫ് ടൈമിൽ അത് കഴിഞ്ഞു. അടുത്ത 40 യഹൂദന്റെ കണക്കും വെച്ച് 4 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത പെരുന്നാൾ നടക്കേണ്ടത്. അതായത് ആദ്യത്തത് സ്പ്രിംഗ് ഫീസ്റ്റിലെന്ന് പറഞ്ഞു, അടുത്തത് ഫാൾ ഫീസ്റ്റിലാണ്. ആ ഫാൾ ഫീസ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ഉത്സവം അടുത്ത പെരുന്നാൾ നടക്കണമെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ടാണ്. ഈ 4 മാസവും 40 വർഷം തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് മുൻമഴയുടെ കാലത്ത് മുൻമഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന പറയുന്ന പഴയ നിയമത്തിലൊരു വാക്യമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം ഈ 40 വർഷം കഴിയുമ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ നിന്ന് മരിച്ചു അടക്കപ്പെടുത്തു ഒഴിച്ചെന്നേറ്റ് പെന്തക്കോസ്തി കഴിഞ്ഞ് 40 വർഷം കഴിയുമ്പോഴാണ് യെരുശലേം ദേവാലയം വീഴുന്നത്. അത് കാഹളധ്വനി പെരുന്നാളിന്റെ സമയത്താണ്. അപ്പം ആ കാഹളധ്വനി പെരുന്നാളിന്റെ സമയത്ത് നടക്കേണ്ട സംഭവമാണ് അന്ന്. അത് കഴിഞ്ഞിട്ടാണ് മഹാപാപ പരിഹാര ദിവസം, അതായത് യോം കിപ്പൂർ. അത് ദിവസം അടുത്ത ആ മാസത്തിൽ തന്നെ ഈ 3 പെരുന്നാൾ നടക്കേണ്ടത്. അതായത് കാഹളധ്വനി പെരുന്നാള്, ഈ യോം കിപ്പൂർ, കൂടാര പെരുന്നാൾ, എല്ലാം ഈ തിഷ്ണി മാസത്തിലാണ് നടക്കേണ്ടത്. തിഷ്ണി മാസത്തിലാണ് നടക്കുന്നത്. യഹൂദന്റെ ആ മാസങ്ങളുടെ ആരംഭമായ തിഷ്ണി മാസത്തിലാണ് നടക്കേണ്ടത് എന്നുള്ള കാര്യം ഞാനിവിടെ നിങ്ങളെ കൂടുതൽ കാഹളധ്വനി പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ വേണമെങ്കിൽ ഇതിനെ ഫെസ്റ്റിവൽ ഓഫ് യാഹോയെ എന്ന് വേണമെങ്കിലും വിളിക്കും. അത് പഴയ അവരുടെ യഹൂദന്മാരുടെ ഉത്സവമായിരുന്നതുകൊണ്ട് ഫെസ്റ്റിവൽ ഓഫ് യാഹ്വേ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ ഈ സമയത്താണ് ഈ കാഹളം ഊതുമ്പോഴാണ് മരിച്ചവരുടെ പുനരുദ്ധാനം നടക്കേണ്ടത്. കാരണം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ 51 52 വാക്യങ്ങളിലൊക്കെ കാഹളം ഊതുമ്പോൾ മരിച്ചവർ രക്ഷകരായി ഉയർക്കും എന്നാണ് പറയുന്നത്. എന്റെ അച്ചാച്ച, ബൈബിളിൽ റിസറക്ഷൻ ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്, കാരണം ഈ ശരീരം, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് എന്റെ ശരീരം ഉയർത്തു വരുമെന്ന് നിങ്ങളും ഇത് വേണമെങ്കിൽ ദുരുപദേശം എന്ന് പറയും. ബൈബിളിൽ ഒറ്റ വേർഡ് പോലും ഇല്ല. ഉള്ള അച്ചാച്ചന്മാരുണ്ടെങ്കിൽ തെളിയിക്കുമ്പോ. പക്ഷെ ബൈബിളിലുള്ളത് റിസറക്ഷൻ ഓഫ് ദ ഡെഡ് ഇൻ ക്രൈസ്റ്റ് റൈസ് ഫസ്റ്റ്, ദെൻ വി വിച്ച് ആർ അലൈവ് ആൻഡ് റിമെയിൻ ഷാൽ ബി കോട്ട് അപ്പ് എന്നാ പറയുന്നത്. ഡെഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ മരിച്ചവർ. അല്ലാതെ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് ഈ ശരീരം ഉയർത്തെഴുന്നേറ്റ് എന്ന് ബൈബിളിനകത്തെങ്ങും ഇല്ല. ഇതാ നമ്മുടെ ക്രിസ്ത്യാനികള്, നമ്മുടെ ഹോപ്പ്, അവരുടെ ഹോപ്പ് അതാണ്. കാരണം 2000 വർഷത്തിന് മുമ്പ് മരിച്ച അച്ചാച്ചനും ഇനി നമ്മൾ കർത്താവ് വരുമ്പം കുഴിയിൽ നിന്ന് എഴുന്നിട്ട് എവിടെ ഉണ്ട് എന്റെ പൊടി പോലും ഇല്ല. ദൈവത്തിന് സകലതും സാധ്യമോ അസാധ്യങ്ങളെ സാധ്യമോ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വാക്യമടിക്കാനുണ്ട്. എന്റെ പൊന്നു സഹോദരൻ, അങ്ങനല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. റിസറക്ഷൻ ഓഫ് ദ ഡെഡ് എന്ന് പറയുന്നില്ല. റിസറക്ഷൻ ഓഫ് ദ ബോഡി, ദ ഡെഡ് ഇൻ ക്രൈസ്റ്റ് അല്ല, റിസറക്ഷൻ ഓഫ് ദ ബോഡി എന്ന് പറയുന്നില്ല.
റിസറക്ഷൻ ഓഫ് ദ ഡെഡ് എന്നാ പറയുന്നത്. ഞാൻ മാറിപ്പോയി പറഞ്ഞത്, സോറി, ക്ഷമിക്കണം. അപ്പം ദ ഡെഡ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഡെഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. കാരണം ഈ 7-ാം കാഹളത്തിൽ നടക്കേണ്ടത് ട്രാൻസിഷൻ. കാരണം എന്താണ് നടക്കേണ്ടത്? അവിടുന്ന്, കാരണം ന്യായപ്രമാണത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ട്രാൻസിഷൻ നടക്കുകയാണ്, ട്രാൻസ്ഫറിങ് പീരീഡ് ആണ്. കാരണം ആ മൊമെന്റ് ഓഫ് ടൈമിനെയാണ് പറയുന്നത്. കാരണം ദൈവരാജ്യത്തിലേക്ക് ജനം പൂർണ്ണമായി കടക്കണമെങ്കിൽ ന്യായപ്രമാണം ഭൂമിയിൽ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് നീങ്ങി മാറണം. ദേവാലയം എന്ന് വീഴുമോ ആ ടൈം ബീയിങ്ങിന്, കാരണം AD 70 സെപ്റ്റംബർ മാസം 7-ാം തീയതി ദേവാലയം ആ കല്ലിന്മേൽ ശേഷിക്കാതെ നീങ്ങി മാറിയിട്ട് ആ യഹൂദന്റെ എല്ലാ ബലികളും കർമ്മങ്ങളും യാഗങ്ങളും അവസാനിക്കുന്ന ടൈമുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് അടുത്ത മൊമെന്റിനെയാണ് പറയുന്നത്. പുനർജനന കാലഘട്ടത്തിൽ ആ ട്രാൻസിഷൻ പീരീഡ് കഴിഞ്ഞിട്ട് ദൈവരാജ്യത്തിലേക്ക് എൻ്റർ ചെയ്യാം ആ തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം. ദേ ആർ എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇതാണ് പറയുന്നത്. അപ്പം ഞാൻ കൂടുതലായി നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രൻ കൂടി അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ, ഈ തൃശ്രീ മാസത്തിൽ തലേ ദിവസങ്ങളിൽ യഹൂദന്റെ മാസങ്ങളുടെ ആരംഭത്തിന് മുമ്പായി അവന്റെ കാഹളത്തൊരി പെരുന്നാളിന്റെ അറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി അവര് രണ്ടുപേരെ യെരുശലേമിൽ 2 മലകളിൽ പോയി നിർത്തി അവര് കണ്ട് പൗർണമിയെ കണ്ടിട്ട് മടങ്ങി വന്ന് സന്നിധിരും സംഘത്തോട് അറിയിക്കുമ്പോഴാണ് ഇതാണ് പിതാവല്ലാതെ പുത്രൻ കൂടി അറിയുന്നത്. പുത്രൻ അറിയത്തില്ല, കാരണം ചിലപ്പോൾ കാലാവസ്ഥ വ്യതിയാനമെങ്കിൽ. പുത്രനെ അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞത്, അറിയത്തില്ലെന്നല്ല, ദൈവമാണ്, ദൈവത്തിനെല്ലാം അറിയാം. പക്ഷെ അവിടെ പ്രസ്താവന വെച്ചത് ആ സമൂഹത്തോട് ബന്ധപ്പെട്ട് ഈ ഒരു പെരുന്നാൾ നടക്കുന്നത് കൊണ്ട് അവരുടെ പാരമ്പര്യമായി അതാണ് അവിടെ തുടർന്നു വന്നത്. ഇതുകൊണ്ടാണ് കർത്താവ് അത് പറഞ്ഞത്. നിങ്ങളല്ലാതെ ഇതിനെ എടുത്ത് വേറെ രീതി വ്യാഖ്യാനിച്ച് നശിപ്പിച്ച് കളയല്ലേ എന്ന് നിങ്ങൾ ഒരു പരമാർത്ഥ മനസ്സോടെ ഞാൻ നിങ്ങളോട് പറയുക. അല്ലാതെ ഇത് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇതിനകത്ത് ഇനി ഒരു കാര്യമില്ല. ഭൂമി മുഴുവൻ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയണം. എങ്ങനെ? സമുദ്രത്തിന്റെ മേൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് ഭൂമിയെ നിറയ്ക്കേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തരാണ്. നാം ആണ് ലോകത്തിന്റെ വെളിച്ചം. കർത്താവ് എന്ന് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നത് ക്രിസ്തു എന്ന് പറഞ്ഞു. നിങ്ങളും ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പം ലോകത്തിന് വെളിച്ചം പകരേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പെന്തക്കോസ്ത് സമൂഹത്തിനും ക്രൈസ്തവരും ഇവിടെ എല്ലാം ഈ എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ, അക്കരെയാണൻ ശാശ്വത വീട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. എന്തോ ഒരു ഗതികെട്ട പാട്ടാന്നറിയാമോ? എന്റെ സഹോദര, ഈ മനോഹരമായ ഭൂമി നമുക്ക് നൽകിയിട്ട് ഈ ഭൂമിയിൽ പാർത്ത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെയാണപ്പാ. അക്കരെ, ഏതക്കരെ? എവിടാണ് അക്കരെ? അക്കരെ നാട്ടി, ഏത് നാട്ടി? സഹോദര, ഭൂമിയിൽ ദൈവം നമുക്ക് പാർപ്പാൻ നമുക്ക് തന്നിരിക്കാൻ ഈ പ്ലാനറ്റിലെ മനോഹരമായ ഈ ഭൂമി, അതിനകത്ത് സസ്യലതാദികൾ, വൃക്ഷലതാദികൾ, ഇതെല്ലാം ഇന്നത്തെ എല്ലാ സൗകര്യങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്നത് മനുഷ്യവർഗത്തിന് ഉപയോഗിക്കാനാണ്. ഇത് ഈ ദൈവം ഇവിടെ പരദേശിയല്ല. നമ്മള് പഴയ നിയമത്തിൽ അവർ പറഞ്ഞു അന്യരും പരദേശികളുമെന്ന്. എന്നാൽ പുതിയ നിയമത്തിൽ നാം ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാർ, ഫെലോ സിറ്റിസൺ ഓഫ് സയൻസ്. നമ്മൾ ദൈവത്തിന്റെ ഭവനക്കാരാണ്, ദൈവഭവനമാണ് നാം ഓരോരുത്തരും. ഇതാണ് ദൈവരാജ്യം. പരീശന്മാർ ചെന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ദൈവരാജ്യം എപ്പോൾ വരും? അപ്പം പരീശന്മാരാ ചോദിക്കുന്നത്. അതായത് പരീശന്മാരെന്ന് പറയുന്നത് ഏറ്റവും അഗ്രഗണ്യന്മാരാണ്. യേശുവിനോട് ചോദിക്കുക, ലൂക്കോസ് 17:20 അപ്പൊ കർത്താവ് പറയുന്നുണ്ട്, ഒരു പ്രസിദ്ധമായ വാക്യം പറയുന്നത്, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്. അപ്പം പരീശന്മാരുടെ കൂട്ടത്തിൽ ശിഷ്യന്മാർ നിപ്പുണ്ട് അവിടെ. പരീശന്മാരെ വന്ന് ചോദിക്കുമ്പം തന്റെ ശിഷ്യന്മാരല്ല പരീശന്മാരെന്ന് പറഞ്ഞ പ്രത്യേക ഗ്രൂപ്പാ. അവരെ വന്ന് കർത്താവിനോട് ചോദിക്കും, ദൈവരാജ്യം എപ്പോൾ വരും? നല്ല ചോദ്യമായി. അപ്പം വന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്. ഓ, എന്ത് മനോഹരം! എന്നിട്ട് പറയാണ്, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ.
എൻഡോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കിണ്ടിക്കിണ്ണങ്ങളുടെ അകം വെടിപ്പാക്കണം എന്ന് പറയുന്ന ഒരു വേർഡുണ്ട്. ഞാൻ ആ ഗ്രീക്ക് വേർഡ് ഒന്ന് വേണമെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് ലൈവ് ചെയ്തപ്പോൾ അത് പറഞ്ഞതാണ്. അതായത് ലൂക്കോസ് 17:20. അവിടെ പറഞ്ഞിരിക്കുന്നത് 17:20 മുതൽ, ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീക്ഷന്മാർ ചോദിച്ചു. ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയൊന്നും അതാ അവിടെയൊന്നുമല്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ ഗ്രീക്ക് വേർഡ് എൻഡോസ് എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ഉള്ളിൽ എന്നാണ് അർത്ഥം. അതായത് അതിന്റെ അർത്ഥം നാം തന്നെയാണ് ദൈവരാജ്യം. സൗര, നാളും നാഴികയും മനസ്സിലായല്ലോ. നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രൻ കൂടി അറിയുന്നില്ലെന്ന് പറഞ്ഞ് ഇനി കർത്താവ് വരാനുണ്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. നാളും നാഴികയും സംബന്ധിച്ച് കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് യഹൂദന്റെ 5ാമത്തെ പെരുന്നാളിന്റെ സമയത്ത് പിറ കാണുക എന്ന് പറഞ്ഞ് ഇന്നത്തെ കാക്ക നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ പിറ കാണുക എന്ന് പറയുന്നത് പോലെ അതുപോലൊരു സംഭവമാണ്. യഹൂദന്റെ ഒരു മര്യാദയാണ്. ആ പിറ കണ്ടിട്ട് വന്ന് അന്നത്തെ സന്നിധി സംഘത്തെ അറിയിക്കുന്ന കാര്യമാണ്. അത് 5ാമത്തെ പെരുന്നാളിന്റെ സമയത്ത് അത് നടത്തുന്ന കാര്യമാണ്. റോസ് ഹസനെ നടക്കേണ്ട കാര്യമാണ്, ഇന്ന് നടക്കേണ്ട കാര്യമല്ല എന്ന് വിനയത്തോടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ ചെയ്യുന്ന ലൈവുകളെല്ലാം യൂട്യൂബിൽ ഇടുന്നുണ്ട്. സോയ ലൈഫ് എന്നുള്ള ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ അതിൽ കയറി കാണുക. നിങ്ങൾ ഇപ്പോൾ സാവകാശം കിട്ടാത്തവർ നിങ്ങൾ പറയുക, സത്യസന്ധമായി വചനത്തെ പഠിക്കുക സഹോദരൻ. ഇതിനകത്ത് ദുരുപദേശമൊന്നുമില്ല. ഞാൻ ഹൃദയത്തിൽ നിന്ന് തൊട്ടുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് ശുശ്രൂഷ ഇല്ല, ഞാനിപ്പോൾ ശുശ്രൂഷയ്ക്ക് പോകുന്നില്ല. ഞാൻ പോകാത്തതിന്റെ കാരണം ഞാനൊരു തൊഴിൽ കണ്ടുപിടിച്ച് ഞാനൊരു തൊഴിൽ ചെയ്തിട്ടാണ് ഇത് പറയാൻ ധൈര്യം ഉണ്ടായത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇവരെ ഒന്നും വിളിക്കത്തില്ല. ഇന്നത്തെ പോപ്പുലർ ഗോസ്പലുകാരെ എന്നെ വിളിക്കത്തില്ല. കാരണം വിളിക്കാത്തതിന്റെ കാരണം എന്താ? ഈ സത്യം പറയുന്നുണ്ട്. പലർക്കും എന്നോട് വിരോധമാണ്. ദൈവദാസന്മാർക്ക് വിരോധമാണ്. എന്നെ സ്നേഹിച്ചിരുന്ന പല ദൈവദാസന്മാരും ഞാൻ ദുരുപദേശമാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ അവരാരും വിളിക്കത്തില്ല. അവരെല്ലാം ഫേസ്ബുക്കിൽ നിന്ന് പോലും ഫ്രണ്ട്ഷിപ്പ് വിട്ടുമാറി. എന്റെ സഹോദരൻ, നിങ്ങൾക്കിത് ബോധ്യം വരുമ്പം നിങ്ങൾ നോക്കിക്കോ. ഞങ്ങള് ഈ രാജ്യത്ത് ഈ ലോകത്തിന്റെ എല്ലാ കോണുകളിലും പോയി സത്യസുവിശേഷം, കാരണം ദൈവത്തിന്റെ നിത്യസുവിശേഷം പറയാൻ ഞങ്ങളെ ദൈവം ഉപയോഗിക്കും. നിങ്ങളെല്ലാം അന്ന് വീടുകളിൽ കയറി ഇരിക്കുമ്പോൾ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം സത്യസുവിശേഷമാണ് ഞങ്ങൾ പറയുന്നത്. ഇതിനകത്ത് മായം ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾ പഠിപ്പിക്കുന്നതെല്ലാം മായം ചേർത്തും വഞ്ചനയും ചതിയുമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം മനസ്സിലായേ? ഇതെല്ലാം മതത്തിന്റെ ജിമിക്കുകൾ എന്നേ എനിക്ക് പറയാനുള്ളൂ. മതത്തിന്റെ കവളിപ്പീരും തട്ടീരും. അതുകൊണ്ട് സത്യസന്ധമായി മനസ്സിലാക്കുക. അത് ഈ ലൈവ് വീഡിയോ ഇതിപ്പോ നാളെ കൊണ്ട് 500, 10, 500, 600, 700 പ്ലേസ് ഉണ്ടാവും. ആയിക്കോട്ടെ, അവർ മനസ്സിലാക്കുക. ഇനി കർത്താവ് എന്ന് പറയുന്നത് കർത്താവ് ഈ സുവിശേഷം വിശ്വാസയോഗ്യമായി എനിക്ക് തോന്നിയതിന്റെ കാരണം ഇത് കർത്താവ് പറഞ്ഞ കാര്യമെല്ലാം 1-ാം നൂറ്റാണ്ടിൽ ദേവാലയത്തിന്റെ നാശത്തോടനുബന്ധിച്ച് എല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യമായതുകൊണ്ട് മാത്രമാണ് ഇതിന് ഇത്രയും മാറോട് ഞാൻ ചേർത്ത് വെക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്ന കള്ളത്തരം കേട്ടുകൊണ്ടല്ല. നമുക്ക് ഈ വിഷയത്തെ ഡിബേറ്റ് ചെയ്യാവുന്ന ഏത് പണ്ഡിതനോ ഇവിടുത്തെ ഏത് ആളുകളോ വാ. യേശു കർത്താവ് എന്തായാലും കള്ളം പറയത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കർത്താവ് പറഞ്ഞതിനകത്ത് കള്ളമില്ല. ഇതൊക്കെയും സംഭവിക്കോളം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞാൽ 42ാമത്തെ തലമുറയാണ്. കാരണം കർത്താവ് പറഞ്ഞു, കർത്താവ് 1-ാം നൂറ്റാണ്ടിലെ കർത്താവ് തന്റെ 12 ശിഷ്യന്മാരെ നിയോഗിച്ചിട്ടെടുത്തു. നിങ്ങൾ മനുഷ്യപുത്രൻ വരുമ്പോൾ നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പ്രത്യാശ. ആമേൻ ആമേൻ എന്നാണ് പറയുന്നത്. ട്രൂലി ഐ ടെൽ യു. കാരണം സത്യമായിട്ടാണ് പറഞ്ഞത്. മനുഷ്യപുത്രൻ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരുണ്ടെന്ന് പറഞ്ഞ് കർത്താവ് കള്ളം പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഉപദേശിമാരും പാസ്റ്റർമാരുമാണ് കള്ളം പറയുന്നത്. കർത്താവ് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. എന്റെ കർത്താവ് കള്ളനുമല്ല. കള്ളത്തരം പറയുന്നവനെ എല്ലാം ഞാൻ നിങ്ങളെ ദൈവം ന്യായം വിധിക്കുന്നോ ദൈവം കൊല്ലുന്നോ തിന്നുന്നൊന്നും എനിക്ക് നിങ്ങളെല്ലാം ദൈവം സ്നേഹിക്കട്ടെ. ദൈവം എന്നെയും സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. എന്നെ കരുതുന്നത് പോലെ ദൈവം നിങ്ങളെയും കരുതുന്നത്. പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ അലങ്കോലപ്പെടുത്തി പഠിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് സഭാ സമൂഹങ്ങളോട് എല്ലാം പറയണം, നിങ്ങൾ തിരുത്ത്. നമ്മുടെ തലയൊന്നും അറ്റുപോകത്തില്ല.
നമ്മളെല്ലാം ക്രിസ്തുവിലുള്ളവരാണ്. നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസിൽ ഈ എവിടെങ്കിലും ബൈബിൾ കോളേജിൽ നിന്ന് ഇത് ഉണ്ടാക്കിയത് മുഴുവൻ ബ്രദറൻകാരന്മാരുടെ കോപ്പിയാണ് ഇന്നത്തെ സഭകളെല്ലാം ചുമക്കുന്നത്. ആമാരാണ് ഈ നാശകോടാലി മുഴുവൻ ഈ സമൂഹത്തിന് വെച്ചത്, ഡിസ്പെൻസേഷൻ കൊണ്ടുവന്നത്. ജയൻ ഡാർബി എന്ന് പറയുന്നൊരു അച്ചാച്ചനും അതുപോലെ തന്നെ മാഗ്രറ്റ് മക്ഡോണാൾഡ് എന്ന് പറയുന്നൊരു പെൺകുട്ടിയും കൂടെ കൊണ്ടുവച്ച ഹാലിസിനേഷൻ അവിടെ സ്വപ്നമാണ് ഇത് മൊത്തം. ഞാൻ ഒന്നും പറയുന്നില്ല, ബ്രദറൻകാരെ കുറ്റം പറയല്ല. അവർക്ക് 1830 കാലഘട്ടങ്ങളിൽ പ്ലിമത്ത് റോക്കിലെ ഒരു ദൈവദാസനായിരുന്ന ജയൻ ഡാർബി എന്ന് പറയുന്ന 1850 ഇതിനെ അവിടുത്തെ ഒരു പ്രസിദ്ധമായ ഒരു ഡിക്ഷണറിയിൽ, ബൈബിൾ ഡിക്ഷണറി ഇതിനെ കയറ്റി ഡിസ്പെൻസേഷൻ ഉണ്ടാക്കി വെച്ച് യുഗപരമായ പഠനം കൊണ്ടുവച്ചു. ഇതെല്ലാം അവർ കൊണ്ടുവന്ന നാശമാണ്, അല്ലാതെ കർത്താവ് അപ്പോസ്തലന്മാരെ പഠിപ്പിച്ച കാര്യമല്ല. 1-ാം നൂറ്റാണ്ടിൽ തന്നെ എല്ലാം പൂർത്തീകരിച്ച് ആ ജനത്തെ, കാരണം ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മൾ വിസിബിൾ അല്ല, അത് കാണത്തക്കവണ്ണമല്ല. ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധ റൂഹായിലുള്ള സന്തോഷമാണ്. ഇതാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ സമാധാനത്തിന്റെ കീഴിലും സന്തോഷത്തിന്റെ കീഴിലുമാണ് നാം ഇന്ന് ദിവസിക്കുന്നത്. ആ ദൈവരാജ്യം നമ്മുടെ ഉള്ളിലാണ്, അക്ഷരികമായ ഒരു രാജ്യം. അപ്പോൾ ഇന്ത്യയോ പാകിസ്ഥാനോ അല്ലെങ്കിൽ ബംഗ്ലാദേശോ അല്ലെങ്കിൽ ചൈനയോ പോലുള്ളൊരു അക്ഷരിക രാജ്യമല്ല ദൈവം സ്ഥാപിക്കാൻ വന്നത്. ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ സ്ഥാപിക്കാനാണ് കർത്താവ് വന്നത്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രൈസ്റ്റ് ഇസ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി വിത്തിൻ യു. ഇതാണ് ദൈവരാജ്യം. ഇതാണ് ദൈവത്തിന്റെ മഹത്വം വഹിക്കുന്നവരായി നമ്മൾ മാറുന്നത്. ഇതാണ് ക്രിസ്തുവിന്റെ പത്രമായി നാം മാറുന്നത്. അത് നിങ്ങളെ വളരെ വിനയത്തോടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദൈവരാജ്യത്തിൽ ജീവിക്കുക. നമ്മൾ ഇനി വേറൊന്നും ചിന്തിക്കണ്ട. നമ്മൾ ദൈവരാജ്യത്തിൽ സന്തോഷത്തോടെ വി ആർ മോർ ദാൻ എ കോൺകറർ എന്ന് പറഞ്ഞ ക്രിസ്തു സകലത്തെയും കീഴടക്കിയ ദൈവം, അതുപോലെ തന്നെ സകലത്തെയും നമ്മൾ കീഴടക്കി. ആ കീഴടക്കിയ ദൈവത്തിന്റെ സകലത്തെയും കീഴടക്കിയ, കാരണം മരണത്തെയും പാതാളത്തെയും താക്കോൽ കയ്യിലുള്ളവനായ കർത്താവ്, സകലത്തെയും കീഴടക്കിയ ദൈവം, അതാണ് നമ്മുടെ ഉള്ളിൽ. നാം മഹത്വത്തിന്റെ ക്രൈസ്റ്റ് ഈസ് ഹോപ്പ് ഓഫ് ഗ്ലോറി. നമ്മുടെ ഉള്ളിൽ ആ ദൈവസാന്നിധ്യം വഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ആ ചൈതന്യം വഹിക്കുന്നവരാ. ക്രിസ്തുവിൻ പത്രമാണ് നാം ഓരോരുത്തരും. യു ആർ ദ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. നിങ്ങളെ ഇന്ന് ഭൂമിയിൽ ദൈവ സ്ഥാനാപതികളാക്കി വെച്ചിരിക്കുക. നിങ്ങളാണ് ഈ വെളിച്ചം പകരേണ്ടത്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ജനത്തെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കാം. അതുകൊണ്ട് സത്യസന്ധമായി സുവിശേഷത്തെ വിശ്വസിക്കുക. സത്യസന്ധമായി സുവിശേഷം പറ. കർത്താവിന്റെ നിത്യസുവിശേഷം പറ. ഇറവലന്റായി പോയ, ഇൻവാലിഡായി പോയ, ഔട്ട്ഡേറ്റഡ് ആയി പോയ യഹൂദനോട് പറയാൻ പറഞ്ഞ സുവിശേഷം 1-ാം നൂറ്റാണ്ടിൽ തന്നെ കൊലോസ്യലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിലും 23-ാം വാക്യത്തിലും ആ സുവിശേഷം അന്ന് എത്തിയെന്ന് വ്യക്തമായി. കാരണം യഹൂദനോട് പറയാൻ പറഞ്ഞിരുന്ന സുവിശേഷത്തിന്റെ നിവർത്തി 1-ാം നൂറ്റാണ്ടിൽ തന്നെ അപ്പോസ്തലന്മാർ വളരെ വ്യക്തമായി നല്ല വൃത്തിയോടെ നിവർത്തിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ കർത്താവിന്റെ നിത്യസുവിശേഷം, കാരണം യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക, രണ്ടുള്ളവന് നിനക്ക് രണ്ടുണ്ടെങ്കിൽ ഇല്ലാത്തവന് കൊടുക്കുക. ഇതാണ് കർത്താവിന്റെ സുവിശേഷം. ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സത്യസന്ധമായ സുവിശേഷത്തെ ഇതൊക്കെ പറയുന്നതുകൊണ്ട് ഞങ്ങളെല്ലാം ക്രൈസ്തവ ലോകത്ത് നിന്ന് തന്നെ അനുഭവതരായ ദുരുപദേശകൻ എന്ന് പറഞ്ഞ് മുദ്ര അത് കുത്തിക്കട്ടെ. ഐ ഡോണ്ട് കെയർ. എനിക്കത് വിഷയമല്ലെന്നേ. ഞങ്ങൾക്കത് വിഷയമല്ല, ഒരു വിഷയമേ അല്ല. ഞാൻ വളരെ പാരമ്പര്യമുള്ള ഒരു അപ്പോസ്തോലിക സഭയിൽ നിന്നാണ് ഞാൻ ഈ വിശ്വാസ മാർഗത്തിലേക്ക് വന്നത്. എൻ്റെ 23-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ സഭ വിട്ടിറങ്ങിയതാണ്. എൻ്റെ ഓർത്തഡോക്സ് സഭ വിട്ടിറങ്ങിയതാണ്. എനിക്ക് വേണമെങ്കിൽ മടങ്ങിപ്പോയാൽ എന്നെ 4 കൈ അവർ കൊട്ടി സ്വീകരിക്കും. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരി എല്ലാം അവിടെയാണ് ഇപ്പോഴും ദൈവിക ആരാധനയ്ക്ക് കൂടുന്നത്. എന്നാലും ഈ ബന്ധക്കോസിന്റെ ദുരുപദേശങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുവാൻ ദൈവം ഞങ്ങളെ കുറെ പേരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ആ ദുരുപദേശങ്ങൾ ഞങ്ങൾ പൊളിക്കുക തന്നെ ചെയ്യും. അത് വ്യക്തമായും ശക്തമായും ഞങ്ങൾ അതിനെ എതിർക്കും. സഭയിൽ നിന്ന് പുറത്തു കളഞ്ഞാലും ഈ ലോകത്തുനിന്ന് ഞങ്ങൾ എന്തായാലും മാറ്റത്തില്ല. ഇവന്മാരൊന്നും ഞങ്ങളെ തട്ടിയോ കൊല്ലുകയോ ചെയ്തോട്ടെ, അതാണ് ഞങ്ങൾക്ക് പ്രശ്നമില്ല. അവർ കൊന്ന അത് ശിരസ വായിക്കുക. പൗലോസിനെ എറിഞ്ഞ് പൗലോസിനെ ആദ്യ നൂറ്റാണ്ട് അപ്പോസ്തലന്മാരെല്ലാം ഇവർ കൊന്നു കളഞ്ഞില്ലേ യഹൂദന്മാർ? അപ്പോൾ സത്യം പറഞ്ഞിട്ടല്ലേ അമ്മമാരെല്ലാം കൊന്നത്. പക്ഷെ ഞങ്ങൾ അതിനും ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാവാൻ തയ്യാറാണ്. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. സത്യസുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷി ആയാലും ശരി, ഞങ്ങൾ ഈ സത്യസുവിശേഷം പറയും. ദൈവം അതിനെ ഞങ്ങളെ ശക്തമോടെ ഞങ്ങൾക്ക് ആരോഗ്യവും ബലവും തന്ന് ഞങ്ങളെ ഭൂമിയിൽ ദൈവം നിലനിർത്തുന്നുള്ള ഉറപ്പും ധൈര്യവും എനിക്കുണ്ട്. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും.
എനിക്ക് എൻ്റെ ഈ തൊണ്ടക്കുഴിയിൽ എനിക്ക് ശ്വാസമുള്ള കാലം വരെ ഈ സത്യസുവിശേഷം ഞാൻ പറയും. ഇതാണ് സത്യസുവിശേഷം ഞാൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ലൈവിലായിരുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ സ്നേഹവും ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.